കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹീറ്റ് ട്രാൻസ്ഫറും ഫിൻഡ് സർഫസ് ആണ്. അതായത് ഒരു സർഫസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടാൻ വേണ്ടി, ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സർഫസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടാൻ വേണ്ടി നമ്മളൊരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫിൻ എന്ന് പറയുന്നത്. അങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സർഫസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏരിയ, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഏരിയ ഇൻക്രീസ് ചെയ്യും. അതുവഴി കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫിൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളൊരു ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫിന്നിൻ്റെ ഒരു വോളിയം എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ വോളിയം എലമെൻറ്റിൻ്റെ ഏരിയയാണ് എ സി എന്ന് പറയുന്നത്. ഏരിയയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ആ വോളിയം എലമെൻറ്റിലേക്ക് വരുന്ന ഹീറ്റാണ് ക്യൂ കണ്ടക്ഷൻ. അതുപോലെ അതിനകത്തേക്ക് പുറത്തേക്ക് വരുന്ന ഹീറ്റാണ് ക്യൂ കൺവെക്ഷൻ എന്ന് പറയുന്നത്. പുറത്തേക്ക് കൺവെക്ഷൻ പോകുന്നു, പിന്നെ ആ എലിമെൻറ്റിൽ നിന്ന് തന്നെ കണ്ടക്ട് ചെയ്ത് പോകുന്ന ഹീറ്റാണ് ക്യൂ കണ്ടക്ഷൻ അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എച്ച് പി ഡിവൈഡ് ബൈ കെ എ സി ടി മൈനസ് ടി ആൽഫ ഈക്വൽ ടു 0. എന്നിട്ട് ടി മൈനസ് ടി ആൽഫയ്ക്ക് നമ്മൾ തീറ്റ എന്ന് കൊടുത്തു. അതായത് ഫിന്നിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടെമ്പറേച്ചറും ആ സ്ഥലത്തുള്ള ഫിന്നിന് പുറത്തുള്ള ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറാണ് ടി ആൽഫ. അപ്പോൾ അതിൻ്റെ തമ്മിൽ ഡിഫറൻസിനെ നമ്മൾ തീറ്റ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആ ഇക്വേഷന് ഇപ്പോൾ ടിക്ക് പകരം നമുക്ക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷൻ ടി സ്ക്വയർ തീറ്റ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. തീറ്റയെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. നമുക്കിതിനെ സാറിന് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന നോട്ടേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന എച്ച് പി ബൈ കെ എസിന് എ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതിയത്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് പി ബൈ കെ എസ്. എച്ച് എന്ന് പറയുന്നത് കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. പി എന്ന് പറയുന്നത് ആ ഫിന്നിൻ്റെ പെരിമീറ്റർ, കെ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി, എ സി എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫിൻ. അത് കാണിച്ചതാണ് ഫിന്നിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അല്ലെങ്കിൽ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ പെരിമീറ്ററാണ് പി എന്ന് പറയുന്നത്, ചുറ്റളവാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എക്ക് പകരം എം എന്നാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇതുപോലെ എക്ക് പകരം എം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എസ് എ എസ്, അല്ലെങ്കിൽ എ സി എസ് എന്നാണ്, ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എ സി എസ് എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മളെടുക്കുന്ന ഫിന്നിൻ്റെ ഈ ടേമുകളെല്ലാം, ഇതിൻ്റെ അകത്തെടുക്കുന്ന എല്ലാ ടേമുകളും കോൺസ്റ്റൻ്റ്, അതായത് എച്ച് കോൺസ്റ്റൻ്റ് ആണ്, പെരിമീറ്റർ, തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ ഏരിയ, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. ചില കേസുകളിൽ ഇതും വ്യത്യസ്തമായിട്ട് വരാം. അപ്പോൾ നമ്മളൊരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് കോൺസ്റ്റൻ്റ് എന്ന് എടുക്കുന്നത്. അപ്പോൾ അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സാധാരണ കേസിൽ അങ്ങനെയല്ലായിരിക്കും, ഒരു എച്ച് അതുപോലെ കെ ഒക്കെ വ്യത്യാസമായിട്ട് വരാം. ഈവൻ നമ്മുടെ പെരിമീറ്ററും ഏരിയയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുത്ത്. അങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തീറ്റ ഈക്വൽ ടു C1 e റൈസ് ടു mx പ്ലസ് C2 e റൈസ് ടു മൈനസ് mx എന്ന് പറയുന്നത്.
തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തീറ്റ മൈനസ് ടി മൈനസ് ടി എ. ടി എന്ന് പറയുന്നത് ഫിന്നിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ടെമ്പറേച്ചറും ടി എ എന്ന് പറയുന്നത് ആ ഫിന്നിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ. സോ ഫിന്നിന് ചുറ്റും എയർ ആണെങ്കിൽ ആ എയറിൻ്റെ ടെമ്പറേച്ചറാണ് ടി എ എന്ന് പറയുന്നത്. C1 C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയാൽ പോരാ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓരോ കോൺസ്റ്റൻറ്റുകളും ആ സൊല്യൂഷൻ്റെ കോൺസ്റ്റൻറ്റുകൾ C1 C2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആ C1 C2 എങ്ങനെ കണ്ടുപിടിക്കാം? C1 C2 കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ ഓരോ ബൗണ്ടറിയിൽ വാല്യൂസ് എത്രയാണെന്നുള്ളത് ഓരോ പാരാമീറ്ററിൻ്റെ. ഇവിടെ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചറാണ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് കോൺസ്റ്റൻ്റുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് കോമൺ ആയിട്ട് വരുന്നൊരു ബൗണ്ടറി കണ്ടീഷനാണ് തീറ്റ ഈക്വൽ ടു തീറ്റ 0 എന്ന് പറയുന്നത്. അതായത് എറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് എന്ന് പറയുന്നത് ഈ വാളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് 0 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 0. അതായത് ഈ വാൾ കണ്ടീഷനിൽ, അതായത് ഈ വാളിനോട് ചേർന്നിട്ടുള്ള ഫിന്നിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാൾ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. വാൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് T0 എന്ന് പറയുന്നത്. T0 ആണ് വാൾ ടെമ്പറേച്ചർ. സോ തീറ്റ ഈക്വൽ ടു ടി മൈനസ് ടി എ ആണ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0, ടി ഈക്വൽ ടു T0 ആണ്. ടി ഈക്വൽ ടു T0 അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു T0 മൈനസ് ടി എ എന്ന് വരും. അതിന് നമ്മൾ തീറ്റ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നുണ്ട് തീറ്റ 0 ഈക്വൽ ടു T0 മൈനസ് ടി എ എന്ന് നമ്മൾ എഴുതി. കോമൺ ആയിട്ട് എല്ലാ ഫിന്നിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ സെയിം ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അത് ഓരോ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരും. ഫിന്നിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഫിന്നിൻ്റെ കണ്ടീഷൻ എന്താണെന്നനുസരിച്ച് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ ചേഞ്ച് ചെയ്ത് വരും. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന 3 കേസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫിൻ ഇൻഫിനിറ്റ്ലി ലോങ്. സെക്കൻഡ് വൺ ഫിന്നിൻ്റെ എൻഡ് ഓഫ് ദ ഫിൻ ഈസ് ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. മൂന്നാമത്തെ കേസ് സാധാരണ കേസ് കോമൺ ആയിട്ട് വരുന്നതാണ്. ഫിന്നിൻ്റെ അറ്റത്ത് ഹീറ്റ് വഴി കൺവെക്ഷൻ വഴി ഹീറ്റ് ലൂസ് ചെയ്യുന്നു. ഈ 3 കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ 3 കേസിലും നമ്മുടെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കലാണ് നമ്മൾ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കണ്ടീഷൻ എടുക്കാം. ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അത് വളരെ നീളം കൂടിയ ഫിന്നാണെങ്കിൽ എത്രയാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫിന്നാണ്. നമ്മൾ ഈ ഫിന്നിൻ്റെ ഓരോ പോയിന്റിലെയും ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓരോ പോയിന്റിലും ഫിന്നിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈലാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ പോയിന്റിലും ടെമ്പറേച്ചർ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. കുറഞ്ഞ് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ആംബിയൻറ്റ് ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ
ടെമ്പറേച്ചറാണ്. അതായിരിക്കും ഫിന്നിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് അറ്റൈൻ ചെയ്യുന്നത് ലെങ്ത്ത് ഇൻഫിനിറ്റ് ആകുമ്പോഴാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ലെങ്ത് വൈസ് നോക്കുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. സോ ലെങ്ത്ത് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞ് നമുക്ക് മാക്സിമം അറ്റൈനബിൾ ആയിട്ടുള്ള ലോവർ ടെമ്പറേച്ചറിലെത്തും. അറ്റൈനബിൾ ആയിട്ട് ലോവർ ടെമ്പറേച്ചർ എന്ന് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചറാണ്. അതിനപ്പുറം അതിന് ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ പറ്റില്ല. സോ എൽ ഇൻഫിനിറ്റി ആകുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് ഇക്വലൻ്റ്. സോ ആദ്യത്തെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ x ഈക്വൽ ടു 0 t ഈക്വൽ ടു T0 എന്നുള്ള ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് കോമൺ ആയിട്ട് എല്ലാ ഫിന്നിനും അപ്ലൈ ചെയ്യുന്നതാണ്. സോ t മൈനസ് ടി എ ഈക്വൽ ടു T0 മൈനസ് ടി എ. സോ അറ്റ് x ഈക്വൽ ടു 0 തീറ്റ ഈക്വൽ ടു θ0 തീറ്റ ഈക്വൽ ടു θ0. അതാണ് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ. ദെൻ അടുത്ത x ഈക്വൽ ടു ഇൻഫിനിറ്റി t ഈക്വൽ ടു ടി എ. അതാണ് അടുത്ത ബൗണ്ടറി കണ്ടീഷൻ. ഏത് ഫിൻ ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ ടി ഈക്വൽ ടു ടി എ ആണ്. അത് ഫിന്നിൻ്റെ ടെമ്പറേച്ചറിൻ്റെ അതായത് ഫിന്നിൻ്റെ അറ്റത്തുള്ള ടെമ്പറേച്ചർ, അതായത് ഈ ഭാഗത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി എ തന്നെ ആയിരിക്കും. എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു ടി എ. ഇപ്പോൾ ടി ഈക്വൽ ടു ടി എന്ന് പറയുന്നത് ടി ഈക്വൽ ടു ടി എ ആയിക്കഴിഞ്ഞാൽ ടി എ മൈനസ് ടി എ ഈക്വൽ ടു 0 വരും. അപ്പോൾ തീറ്റ ഈക്വൽ ടു 0. അതാണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഇത് രണ്ടും നമ്മൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അതാണ് നമ്മൾ തീറ്റ ഈക്വൽ ടു C1 e raised to mx plus C2 e raised to minus mx ഉള്ള കോമൺ ആയിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അറ്റ് x ഈക്വൽ ടു 0 തീറ്റ ഈക്വൽ ടു θ0. സോ C1 പ്ലസ് C2 ഈക്വൽ ടു θ0 എന്ന് കിട്ടും. കാരണം e raised to mx എന്നാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഫസ്റ്റ് ടൈം C1 e raised to mx. C1 e raised to mxൽ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to 0 1 എന്ന് വരും. ഇവിടെ അതുപോലെ തന്നെ e raised to 0 1 എന്ന് വരും. സോ C1 പ്ലസ് C2 is equal to θ0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. തീറ്റ ഈക്വൽ ടു C1 e raised to mx plus C2 e raised to minus mx. കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ്. എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതായത് അതിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആകുമ്പോൾ തീറ്റ ഈക്വൽ ടു 0. സോ തീറ്റയ്ക്ക് വരാം 0 ഇട്ട് കൊടുത്ത് C1 e raised to m into infinity C2 into e raised to minus m into infinity. e raised to minus m into infinity എന്ന് പറയുന്നത് e raised to minus infinity തന്നെ വരും. e raised to minus infinity എന്ന് പറയുന്നത് 0 ആണ്. സോ ഇക്വേഷന് അങ്ങോട്ടേക്ക് പോകും. e raised to so C1 e raised to m into infinity. സോ C1 എന്ന് പറയുന്നത് 0 വരും. കാരണം e raised to m into infinity 0 ആവില്ല, പകരം 0 വരുന്നത് C1 ആയിരിക്കും. സോ C1 equal to 0, then C2 equal to θ0. Okay, so theta equal to C1 e raised to mx plus C2 e raised to minus mx. Substitute ചെയ്യുമ്പോൾ theta equal to θ0 into e raised to minus mx എന്ന് കിട്ടും. ഓക്കെ, കാരണം C1 equal to 0 വരുന്നതുകൊണ്ടാണ്. ബാക്കി വരുന്ന ടൈം എന്ന് പറയുന്നത് C2 into e raised to minus mx എന്ന് മാത്രം വരും. C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് θ0 ആണ്. θ0 into e raised to minus mx എന്ന് വരും. സോ തീറ്റയ്ക്ക് വരും
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ഈക്വൽ ടു ടി മൈനസ് ടി എ, അതുപോലെ തന്നെ തീറ്റ 0 ഈക്വൽ ടു T0 മൈനസ് ടി എ ഇൻറ്റു e റേസ് ടു മൈനസ് mx. തീറ്റയ്ക്കും θ0യ്ക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ എക്സ്പ്രഷൻ കിട്ടും. അതിനകത്ത് തീറ്റ T0 മൈനസ് ടി എ താഴത്തേക്ക് കൊണ്ടുവന്നതിൽ ടി മൈനസ് ടി എ ഡിവൈഡ് ബൈ T0 മൈനസ് ടി എ ഈക്വൽ ടു e റേസ് ടു മൈനസ് mx എന്ന് കിട്ടും. അതാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു ഫിന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഫിന്നിൻ്റെ ലെങ്ത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ, അതാണ് ലെങ്ത് വൈസുള്ള വേരിയബിൾ എന്ന് പറയുന്നത്. എക്സ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് എത്രയാണ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ടെമ്പറേച്ചർ പ്രൊഫൈലിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനോട് ഫിന്നിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ Q is equal to മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് കോമൺ ആയിട്ട് വരുന്ന ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനാണ്. Q is equal to മൈനസ് കെ എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് ഡി ടി ബൈ ഡി എക്സ്. എങ്ങനെ ടെമ്പറേച്ചർ എക്സിനനുസരിച്ച് വേരി ചെയ്യുന്നു എന്നുള്ളതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റായ ഡി ടി ബൈ ഡി എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതിയാണ്. അതിനകത്ത് ടി മൈനസ് ടി എസ് ഈക്വൽ ടു T0 മൈനസ് ടി എ ഇൻറ്റു e റേസ് ടു മൈനസ് mx എന്ന് വന്നു. അതിനകത്ത് നമുക്ക് ടിക്ക് ഇക്വേഷൻ എഴുതാം. ടിക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതുപോലെ കിട്ടും T0 മൈനസ് ടി എ ഇൻറ്റു e റേസ് ടു മൈനസ് mx പ്ലസ് ടി എ കിട്ടും. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഈ ടൈം കോമൺ ആണ്, സോറി കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റുള്ള ടൈം അതുപോലെ തന്നെ വരുന്നു. ഇനി e റേസ് ടു മൈനസ് mxൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e റേസ് ടു മൈനസ് mx തന്നെ വരും. പ്ലസ് ഒരു അഡീഷണൽ ആയിട്ടൊരു ടേം കൂടി വരും. അതായത് e റേസ് ടു എക്സ് അല്ല ആണ്, e റേസ് ടു മൈനസ് mx ആണ്. സോ മൈനസ് mxന് മൈനസ് mxൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ മൈനസ് m എന്ന് വരും. സോ അതിന് at x ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം at x ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് സെയിം ആയിരിക്കും. നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് സെയിം ആയിരിക്കും. എല്ലാ സ്ഥലത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ at x ഈക്വൽ ടു 0 അവിടെ എടുത്താലും, at x ഈക്വൽ ടു L എടുത്താലും, at x ഈക്വൽ ടു സേ 1 മീറ്റർ 2 മീറ്റർ എടുത്താലും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം x ഈക്വൽ ടു 0 എന്ന് എടുത്തു. കാരണം ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ e റേസ് ടു മൈനസ് എം എക്സിന് പകരം 0 കൊടുത്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വന്നു. സോ e റേസ് ടു 0 1 എന്ന് വരും. സോ ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു T0 മൈനസ് ടി എന്ന് വരുന്നു. അതാണ് നമ്മുടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റായി ഡി ടി ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ. സോ ക്യൂ ഫിൻ ഈക്വൽ ടു മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് എന്നാണ്. കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആണ് മൈനസ് എം ഇൻറ്റു T0 മൈനസ് ടി എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ മൈനസ് എമ്മിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എച്ച് പി ബൈ കെ എ സി എന്നാണ്. അതിനകത്ത് എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം ഈക്വൽ ടു റൂട്ട് പി എച്ച് ബൈ കെ എ സി എസ് എന്നാണ്. ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഫിൻ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്ന് പഠിച്ചു. അടുത്തത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഫിന്നിൻ്റെ എൻഡ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ഫിന്നിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇൻസുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു
കൺസെപ്റ്റ് ഇല്ല, ഇൻസുലേറ്റ് ചെയ്യേണ്ട അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഫിന്നിൻ്റെ തിക്നെസ് വളരെ കുറവാണെങ്കിൽ, ഫിന്നിൻ്റെ ഈ തിക്നെസ് വളരെ കുറവാണെങ്കിൽ ആ ഫിന്നിൻ്റെ എൻഡിൽ കൂടി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും. അതായത് ഇതിൻ്റെ ഈ സർഫസുകളിലൊക്കെ നടക്കുന്ന അപേക്ഷിച്ച് ഈ സർഫസുകളിലൊക്കെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻഡിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -KA/dT/dx എന്നാണ്. അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ സീറോ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? K/ACS സീറോ വരില്ല, പകരം എന്തുവരും? dT/dx സീറോ എന്ന് വരും. സോ dT/dx സീറോ, അതാണ് നമ്മുടെ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ dT/dx =0. at x = L. ഇത് ഫിന്നിൻ്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. എക്സ് ആ ലെങ്ത് വൈസ് വേരിയബിൾ ആണ് എക്സ്. ലെങ്ത് വൈസ് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ വേരിയബിൾ ആണ് എക്സ്. x = L, dT/dx = 0. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നെഗ്ലിജിബിൾ ആണ്. സോ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ വരും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എപ്പോഴും സെയിം ആയിരിക്കും, θ = θ0. അപ്പോൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ θ = θ0 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, C1 + C2 = θ0. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഓൾറെഡി നമ്മൾ നേരത്തെ ഡെറിവേഷൻ നമ്മൾ ചെയ്തതാണ്. C1 + C2 = θ0 എന്ന് കിട്ടും. നമുക്ക് T - Tn θ C1e⁻mx + C2e⁻mx എന്നാണ്. അതിനകത്ത് തീറ്റയ്ക്ക് വരെ T - T എന്ന് കൊടുത്തു. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ C1e⁻mxൻ്റെ ഡിഫറൻഷ്യലാണ് m × e⁻mx ഇൻറ്റു C1. കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് വെളിയിൽ വരും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. സോ m × C1e⁻mx എന്ന് വരും ആദ്യത്തെ ഈ ഒരു ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് C2e⁻mx എന്നാണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -m × C2e⁻mx എന്ന് വരും. സോ at x = L ഈ ഡിഫറൻഷ്യേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് dT/dx. dT/dx at x = L നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, എക്സിന് പകരം L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ = 0 എന്ന് കിട്ടും. സോ C1e⁻ml - C2e⁻ml = 0 ആണ്. കോമൺ ആയിട്ട് m കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ 0 ഇതുവരെ നേരത്തെ 0 തന്നെ വരും. സോ C1e⁻ml ഇൻറ്റു മൈനസ് C2 എന്താണെന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതാം. C2 എന്ന് പറയുന്നത് θ0 - C1 എന്നാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, C2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴത്തേക്ക് എടുത്ത് എഴുതി, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ഇനി കോമൺ ആയിട്ട് വരുന്ന C1ൻ്റെ ടൈമെല്ലാം കോമൺ ആയിട്ട് എഴുതി, θ0 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. സോ C1 ഇക്വേഷൻ എഴുതി, θ0 × e⁻ml / ml + e⁻ml. സിമിലർലി നമ്മൾ C2 എന്താണെന്നുള്ള എഴുതി, θ0 - C1 ആണ്. C1 എന്താണെന്ന് കിട്ടി. സോ C2ൽ C1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C2 = θ0 - C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് θ0 കോമൺ ആയിട്ട് പുറത്തേക്ക് വന്നു. സോ 1 - e⁻ml / e⁻ml + e⁻ml എന്ന് വരും. ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു, ഇത് ഇങ്ങോട്ട് വന്നു. ഇത് വരുന്നത്
1 into e raised to ml 1 into e raised to ml plus e raised to minus ml minus of e raised to ml എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C2 വാല്യൂ എത്രയാണെന്ന് കിട്ടും. C2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടി. സോ തീറ്റ ഈക്വൽ ടു θ0 e raised to minus ml divided by ml e raised to ml plus e raised to minus ml to e raised to mx. C1 വാല്യൂ ആണ് നമ്മളിവിടെ ഇത്രയുള്ള വാല്യൂ, C1 ആണ് ഇത്രയുള്ള വാല്യൂ, C2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. θ0 എത്രയാണെന്ന് എഴുതി. e raised to mx into e raised to minus ml കോമൺ ആയിട്ട് എഴുതി. ഇവിടെ അതുപോലെ e raised to ml into e raised to minus mx കോമൺ ആയിട്ട് m into x minus l എന്ന് എഴുതി. ഇവിടെ e raised to m into l minus x എന്ന് എഴുതി. കോമൺ ആയിട്ട് എടുത്ത് എഴുതി. So e raised to m into l minus x plus e raised to minus m into l minus x എന്ന് എഴുതി. Divided by e raised to ml plus e raised to minus ml എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇതിനൊരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് sin h x equal to e raised to x minus e raised to minus x divided by 2 ആണ്. അതുപോലെ തന്നെ cos h x equal to e raised to x plus e raised to minus x divided by 2 ആണ്. അപ്പോൾ ഈ ടേം വന്നിരിക്കുന്ന ഇതുപോലത്തെ ഒരു ടേമാണ്. എക്സിന് പകരം m into l minus x എന്ന് വന്നു. താഴെ എക്സിന് പകരം ഡിനോമിനേറ്ററിൽ താഴെ എക്സിന് പകരം m into l എന്നാണ് വന്നിരിക്കുന്നത്. സോ മുകളിലത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് cos h into m into l minus x എന്ന് വരും. താഴെ cos h into ml എന്ന് വരും. സോ തീറ്റ ഡിവൈഡ് ബൈ θ0 ഈക്വൽ ടു t minus ta divided by t0 minus ta. ഇത് cos h m into l minus x എന്ന് പറയുന്നത് e raised to m into l minus x plus e raised to minus m into l minus x divided by 2 ആണ്. 2 രണ്ട് സ്ഥലത്തുനിന്നും ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഇക്വേഷനിൽ ഫൈനൽ എക്സ്പ്രഷനിൽ 2 വരാത്തത്. നെക്സ്റ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഫിൻ. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി ഫിന്നിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഫോറിയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മൈനസ് കെ എ സി എസ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്നാണ്. ഡി ടി ബൈ ഡി എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡി ടി ബൈ ഡി എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വരുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് എച്ച് ഡിഫറൻഷ്യൽ വരുന്നത് സൈൻ എച്ച് എന്ന് തന്നെ വരും. അപ്പോൾ വേരിയബിൾ വരുന്നത് ഇവിടെ മാത്രമേ ന്യൂമറേറ്ററിൽ മാത്രമേ വരുന്നുള്ളൂ. എക്സിൻ്റെ വേരിയബിൾ വരുന്നു. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ കോസ് എച്ച് ഇൻറ്റു എം എൽ എന്ന് വരും. ഇൻറ്റു മൈനസ് എം, അതായത് കോസ് എച്ച് എം എൽ ആണ് വരുന്നത്. കോസ് എച്ച് എം എൽ കോൺസ്റ്റൻ്റ് ആണ്. കോസ് എച്ച് എം ഇൻറ്റു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ കോസ് എച്ച് മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുന്നതാണ് മൈനസ് എം എന്ന് വരും. അപ്പോൾ കോമൺ ആയിട്ട് ഒരു മൈനസ് എമ്മും കൂടി ഇതിൻ്റെ കൂടെ വരും. സോ ഡി ടി ബൈ ഡി എക്സ്
അറ്റ് എക്സ് ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സൈൻ എച്ച് ഇൻറ്റു എം എൽ ഡിവൈഡ് ബൈ കോസ് എച്ച് ഇൻറ്റു എം എൽ. സോ സൈൻ എച്ച് ബൈ കോസ് എച്ച് ഈക്വൽ ടു ടാൻ എച്ച് എന്ന് വരും. ടാൻ എച്ച് എം എൽ ഇൻറ്റു മൈനസ് എം ഇൻറ്റു ടി സീറോ മൈനസ് ടി എ. ഇവിടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡി ടി ബൈ ഡി എക്സ് എത്രയാണെന്ന് കിട്ടി. ടി സീറോ മൈനസ് ടി എ ഇൻറ്റു ടാൻ എച്ച് എം എൽ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് കിട്ടും. സോ കെ ഇൻറ്റു എ സി എസ് ഇൻറ്റു എം ഇൻറ്റു ടി സീറോ മൈനസ് ടി എ ഇൻറ്റു ടാൻ എച്ച് എം എൽ. അതിനകത്ത് എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഉള്ള എമ്മിന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എച്ച് ഇൻറ്റു പി എച്ച് റൂട്ട് ഓഫ് പി എച്ച് ഡിവൈഡ് ബൈ കെ എ സി എസ് എന്നാണ് എമ്മിൻ്റെ വാല്യൂ. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെയാണ്. നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ തന്നെയാണ് എമ്മിൻ്റെ വാല്യൂ. ഇതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കെ ഇൻറ്റു എ സി എസ് കോമൺ ആയിട്ട് അകത്തേക്ക് വരാം. അപ്പോൾ റൂട്ട് പി എച്ച് ഇൻറ്റു കെ ഇൻറ്റു എ സി എസ് ഇൻറ്റു ടി സീറോ മൈനസ് ടി എ ഇൻറ്റു ടാൻ എച്ച് എം എൽ എന്ന് വരും. ഇതാണ് അടുത്ത heat transfer from the fin if the tip of the fin is insulated or negligible heat transfer from the fin എന്ന് പറയും. അടുത്താണ് fin is finite length ഉള്ള fin. അതുപോലെ തന്നെ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഫിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ്, അതായത് എൻഡിലുള്ള കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഫിന്നിൻ്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് അടുത്ത് പഠിക്കുന്നത്. അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു തീറ്റ 0. ഓൾറെഡി നമ്മൾ പഠിച്ചു തന്നെയാണ്, കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ഇക്വേഷനാണ്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു എൽ, അതായത് ഫിന്നിൻ്റെ എൻഡിൽ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മൈനസ് കെ എ ഡി ടി ബൈ ഡി എക്സ് ആണ്. നമുക്കറിയാം അത് ഫോർ എൽ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ് കൺവെർട്ട് ചെയ്ത് പോകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എച്ച് ഡെൽറ്റ ടി ആണ്. സോ എച്ച് ഇൻറ്റു എ ഇൻറ്റു ടി മൈനസ് ടി എ, അതാണ് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. സോ ഇതിനകത്ത് നിന്ന് ടി ടി ബൈ ഡി എക്സ് എത്രയാണെന്ന് എടുക്കാം. ടി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് തീറ്റ ബൈ കെ, അതായത് എക്സ് ഈക്വൽ ടു എല്ലിൽ, അതായത് ഫിന്നിൻ്റെ എൻഡിൽ ഉള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഇക്വേഷനാണ് മൈനസ് എച്ച് തീറ്റ ബൈ കെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു സി വൺ എ റേസ് ടു എം എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എം എക്സ്. അതിനകത്ത് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു തീറ്റ 0. ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എം എക്സ്, ഇ റേസ് ടു എം എക്സ് 0, ഇത് എം എക്സ് 0 വരും. സോ ഇ റേസ് ടു മൈനസ് എം എക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എക്സ്, എക്സ് 0 വരുമ്പോൾ ഇ റേസ് ടു 0 1 എന്ന് വരും. ഇവിടെ ഇ റേസ് ടു എം 0 വരും, സോറി 1 വരും. സോ ഇ റേസ് ടു 0 1 എന്ന് വരും. സോ സി 1 പ്ലസ് സി 2 ഈക്വൽ ടു തീറ്റ, തീറ്റയ്ക്ക് വരും അറ്റ് എക്സ് ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു തീറ്റ 0 എന്നാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. ടി മൈനസ് ടി എസ് ഈക്വൽ ടു സി 1 ഇ റേസ് ടു എം എക്സ് പ്ലസ് സി 2 ഇ റേസ് ടു മൈനസ് എം എക്സ്. ആ ഇക്വേഷൻ ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ ഡി ടി ബൈ ഡി എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അറ്റ് ഡി ടി ബൈ ഡി എക്സ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ ഇത്രയാണെന്ന് കിട്ടി. അതിന് എക്സിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എം ഇൻറ്റു സി വൺ ഇൻറ്റു ഇ റേസ് ടു എം എൽ മൈനസ് എം ഇൻറ്റു സി ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എൽ ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് നേരത്തെ കണ്ടുപിടിച്ചു മൈനസ് എച്ച് തീറ്റ ബൈ കെ. അതിനകത്ത് എം കോമൺ ആണ്. കോമൺ ആയിട്ട് എം പുറത്തേക്ക് എടുത്തു. കോമൺ ആയിട്ട് എം പുറത്തേക്ക് വന്നു. താഴത്തെ ഡിനോമിനേറ്ററിൽ റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് പോകും. കെ ഇൻറ്റു എം എന്ന് വരും. ദെൻ തീറ്റ അറ്റ് എക്സ് ഈക്വൽ ടു എൽ ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എക്സിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു എം എൽ പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് എം എൽ എന്ന് വരും. അപ്പോൾ തീറ്റയ്ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം സി ടു ഈക്വൽ ടു തീറ്റ സീറോ മൈനസ് സി വൺ ആണ്. തീറ്റ സീറോ തീറ്റ സീറോ മൈനസ് സി വൺ എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് തീറ്റ സീറോ മൈനസ് സി വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സി ടുവിന് പകരം തീറ്റ സീറോ മൈനസ് സി വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുപോലെ നമുക്ക് ഇക്വേഷൻ വരും. ഇക്വേഷനിൽ നിന്ന് ഇതുപോലെ ഇക്വേഷൻ മാറും. ഇക്വേഷൻ മാറ്റി എഴുതി. ആ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ഇ റേസ് ടു മൈനസ് എം എൽ അകത്തേക്ക് വന്നു. ഇ റേസ് ടു മൈനസ് എം എൽ ഇൻറ്റു തീറ്റ സീറോ ഇ റേസ് ടു മൈനസ് എം എൽ ഇൻറ്റു സി വൺ കൊണ്ടിട്ട് എഴുതി. ഇനി ഇതിവിടെ ബ്രാക്കറ്റ് ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇ റേസ് ടു എം എൽ അകത്തേക്ക് വന്നു. കോമൺ ആയിട്ട് സി വൺ വരുന്ന ടൈമുകളെല്ലാം കൂടി കോമൺ ആയിട്ട് എഴുതി. അതുപോലെ തന്നെ തീറ്റ സീറോ വരുന്ന ടൈമുകളും കോമൺ ആയിട്ട് എഴുതി. തീറ്റ സീറോ ഇൻറ്റു മൈനസ് എം എൽ രണ്ട് ടൈമിലും വരുന്നുണ്ട്, അത് പുറത്തേക്ക് എടുത്തു. ഇവിടെ അതുപോലെ തന്നെ എച്ച് ഇൻറ്റു കെ എം എന്ന് പറയുന്ന ടൈം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ സി വൺ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും. ഇനി സി ടു ഈക്വൽ ടു തീറ്റ സീറോ മൈനസ് സി വൺ ആണ്. സി വൺ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. തീറ്റ സീറോ കോമൺ ആണ്. തീറ്റ സീറോ കോമൺ ആണ്. തീറ്റ സീറോ പുറത്തേക്ക് എടുത്തു. സോ വൺ മൈനസ് ഈ ടേം വരും. വൺ മൈനസ് കെ എച്ച് ബൈ കെ എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എൽ ഡിവൈഡ് ബൈ ഇ റേസ് ടു എം എൽ പ്ലസ് ഇ റേസ് ടു മൈനസ് എം എൽ പ്ലസ് എച്ച് ഇൻറ്റു കെ എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം എൽ മൈനസ് ഇ റേസ് ടു മൈനസ് എം എൽ. ബ്രാക്കറ്റുകളെല്ലാം എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എക്സ്പ്രഷനാണ് സി ടുവിൻ്റെ എക്സ്പ്രഷൻ. സോ നമുക്ക് സി വൺ കിട്ടി, സി ടു കിട്ടി. സി വണ്ണിൻ്റെ സി ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സി വണ്ണിൻ്റെ വാല്യൂ സി ടുവിൻ്റെ വാല്യൂ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ e⁻mx e⁻−ml ഉണ്ട്, അത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തു. em × L−x എന്ന് വരും. ഇവിടെയും അതുപോലെ തന്നെ വരും. e⁻m × L−x കോമൺ ആയിട്ടുള്ള ടൈമുകളെല്ലാം എഴുതി. നമുക്ക് θ/θ0 കോമൺ ആണ്. θ0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഈ ടൈമിനെ ഡിവൈഡ് ചെയ്തു. നമുക്ക് ഇതുപോലെയാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്. അതിനകത്ത് ഈ ടൈം എന്ന് പറയുന്നത് cos h m × L−x/2 ആണ്. എന്ന് പറയുന്നത് sin h × m × L−x ആണ്. /2 എന്ന് പറഞ്ഞിട്ട് /2 എന്ന് പറയുമ്പോൾ 2 ടൈംസ് എന്ന് വരും. ഇവിടെയും 2 ടൈംസ് വരും, ഇവിടെയും 2 ടൈംസ് വരും. താഴെ അതുപോലെ തന്നെ e⁻ml + e⁻−ml എന്ന് പറയുന്നത് 2 ടൈംസ് cos h ആണ്. ഇവിടെ e⁻ml - e⁻−ml 2 ടൈംസ് cos sin h. 2 എല്ലായിടത്തു നിന്ന് ക്യാൻസൽ ചെയ്തു. ഇവിടെയാണ് 2 എന്ന് പറയുന്ന ടൈം കാണാത്തത്. എന്ന് പറയുന്ന ടൈം വന്നത് നേരത്തെ കണ്ടാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ 2 ഉണ്ട്. e⁻x - e⁻−x 2 ടൈംസ് sin hx ആണ്. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ചെയ്യുമ്പോൾ കോസിൻ്റെ sin hx വരും, സൈൻ്റെ മൈനസ് cos h വരും. താഴെയുള്ള ടൈം കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ താഴത്തേക്ക് എഴുതുക. ന്യൂമറേറ്ററിൽ മാത്രമേ വ്യത്യാസം വരും. സൈൻ്റെ കോസിൻ്റെ സൈൻ വരും ഇൻറ്റു m × -x എന്ന് വരുന്നുണ്ട്. സോ -x-ൻ്റെ ഡിഫറൻഷ്യൽ വരും, മൈനസ് എന്ന് വരും. ഇവിടെ അതുപോലെ തന്നെ m × -x ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മൈനസ് ഇവിടെയും വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അറ്റ് x = 0, എക്സിന് പകരം 0 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും. -T0 - Ti × m × sin h ml + h × km × h/km × cos h ml cos h ml + h × km × sin h ml എന്ന് വരും. എനിക്ക് ട്രാൻസ്ഫർ ഇക്വേഷനിൽ -k/dt/dx എന്നാണ്. ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. ആ മൈനസും -kയുടെ മൈനസും കൂടി ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഇതുപോലെ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതിനകത്ത് എമ്മിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കിതുപോലെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ cos h കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്യും. ഇവിടെ cos h കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ sin h / cos h tan h എന്ന് വരും. ഇവിടെ cos h കട്ട് ചെയ്തു cos h / cos h. ഇവിടെ sin h / cos h എന്ന് പറഞ്ഞാൽ tan h എന്ന് വരും. ഈ ട്രാൻസ്ഫർ ത്രൂ ഫിൻ എത്രയാണെന്നുള്ളത് നമുക്ക്